പ്രിയപ്പെട്ട വളയറ്റിൽ ജലനിധി ഉപഭോക്താക്കളെ, നമുക്കറിയാം നമ്മുടെ കുടിവെള്ളം നിലച്ചിട്ട് ഇന്നേക്ക് ഏകദേശം 20 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നതെന്നും സംഘത്തിൻ്റെ ഓരോ ഉപഭോക്താവിൻ്റെ അറിവിലേക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം 12-ാം തീയതി മുസ്ലിം പള്ളിക്ക് സമീപം PWD റോഡിൻ്റെ വീതി കൂട്ടുന്ന വർക്കുമായി ബന്ധപ്പെട്ട് ജലനിധിയുടെ പൈപ്പ് 3 സ്ഥലങ്ങളിൽ പൊട്ടിച്ചു കളയുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ സംഘത്തിൻ്റെ ഔദ്യോഗിക പദവി വഹിക്കുന്ന ഭാരവാഹികളും മെമ്പറും ഈ PWD കോൺട്രാക്ടറെ കാണുകയും അദ്ദേഹത്തോട് ഈ പൊട്ടിയ പൈപ്പ് നന്നാക്കി തരാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. ഒരു തവണ കോൺട്രാക്ടർ ഈ പൊട്ടിയ പൈപ്പ് നന്നാക്കി തരാമെന്ന് ഏൽക്കുകയും ഈ റോഡിൻ്റെ പണി തീരാൻ ഏകദേശം 9 മാസത്തോളം കാലതാമസമുണ്ടെന്നും അതിൻ്റെ ഇടയിൽ വീണ്ടും പൈപ്പ് പൊട്ടുകയാണെങ്കിൽ കോൺട്രാക്ടർക്ക് ഉത്തരവാദിത്തമില്ല എന്നും തീർത്ത് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പിൻ്റെ സഹായത്തോടെ ജലവിതരണം പുനരാരംഭിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതിൻ്റെ വില 75,000 രൂപ മേളിൽ പോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് ആ ശ്രമവും ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിയന്തര കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു പൊതുപ്പണി പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം നിലവിലെ പൈപ്പ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തെടുത്ത് റോഡിൻ്റെ സൈഡിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ റീറൂട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് കൊണ്ടുപോവുക എന്ന കഠിനമായ ജോലിക്ക് ഉപഭോക്താക്കളുടെ സഹകരണം ആവശ്യമായതുകൊണ്ടാണ് പൊതുപ്പണി പ്ലാൻ ചെയ്തത്. ഏകദേശം 102ഓളം കുടുംബങ്ങളുള്ള ഈ സംഘത്തിൽ അന്ന് ആ പൊതുപ്പണിയിൽ പങ്കെടുത്തത് വെറും 5-6 പേര് മാത്രമാണ് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ സഹകരണമില്ലാണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റുള്ള ജലനിധി പ്രസ്ഥാനം നിന്നുപോയതുപോലെ നമ്മുടെ ജലനിധി നിന്നുപോകാൻ അധികം നാൾ വേണ്ടി വരില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 2 ദിവസം നീണ്ടുനിന്ന പൊതുപ്പണി ഏകദേശം രാത്രി 11-ഓടുകൂടി ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി എല്ലാവരും അവിടെ നിന്ന് സാവധാനം വീട്ടിലേക്ക് പോയി. അങ്ങനെ പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സംഘത്തിൽ സാധിക്കുന്നവർ പങ്കെടുക്കണമെന്ന് വാട്സപ്പിൽ മുഖേന അറിയിപ്പ് കൊടുക്കുകയുണ്ടായി. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതിനും 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചിത്രത്തിൽ കാണുന്ന ആളുകൾ മാത്രമാണ് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പങ്കെടുത്തത്. 102 അംഗങ്ങളുള്ള ഈ സംഘത്തിൽ നിന്ന് ഈ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് നിലവിൽ വെള്ളം ആവശ്യമില്ലാത്തതാണോ അതോ വേറെ ബദൽ മാർഗം ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടായിട്ടാണോ ഇങ്ങനെ സഹകരിക്കാത്തതെന്ന് അറിയത്തില്ല. ഞാൻ ഈ സംഘത്തിലെ ഒരു ഉപഭോക്താവെന്ന നിലയിലും ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും കൂടെ നിന്ന ഒരാളെന്ന നിലയിലും ഇതിൻ്റെ സത്യാവസ്ഥ ഫുള്ള് എനിക്കറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ ജലനിധി സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മുടെ എല്ലാവരുടെയും സഹകരണം തീർച്ചയായും വേണം. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് കമ്മിറ്റിക്കാരുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് കരുതി
എല്ലാ ഉപഭോക്താക്കളും ഒഴിഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നിന്നു പോകും എന്നതാണ് സത്യം. എന്തായാലും ഇത്രയും ചെയ്തതിന് ഒരുപാട് ക്യാഷ് മുടക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കമ്മിറ്റിയിലെ ഒരംഗം മാത്രമാണ് ആ പൈസ എടുത്തത്. എന്തായാലും ഇനി നമ്മുടെ ജലനിധി മുന്നോട്ട് പോകട്ടെ. എല്ലാവരുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആരും പുറകോട്ട് പോകരുത്.